നിയമസഭയിൽ ഇപ്പോൾ ധനമന്ത്രി സംസാരിക്കുന്നു. അതിലേക്ക് കുടിശ്ശിക വരുത്തിയിട്ടാണ് സാർ AK ആന്റണി സർക്കാർ അധികാരം ഒഴിഞ്ഞത്. സാർ ഈ 2.5 വർഷം എന്ന് പറഞ്ഞാൽ 30 മാസമാണ്. ഇതൊരു പുതിയ കാര്യമല്ല UDF-നെ സംബന്ധിച്ച്. ഇതെല്ലാം രേഖകളുള്ളതാണ്. ഇപ്പൊ 18 മാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുന്നല്ലോ. 2.5 വർഷം അന്നത്തെ രേഖ അനുസരിച്ച് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് വരുമ്പോ 2.5 മാസം പെൻഷൻ കൊടുത്തിരുന്നില്ല. 2.5 വർഷം പെൻഷൻ കൊടുത്തിരുന്നില്ല. 30 മാസക്കാലം പെൻഷൻ കൊടുത്തിരുന്നില്ല. ഇതെല്ലാം രേഖകളിലുള്ളതാണ്. പഴയ രേഖ നോക്കിയാൽ മതി. സാർ ആ പെൻഷൻ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ 3 മാസത്തെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഡിസംബർ മാസം വരെ കിട്ടിയതിനെ പറ്റിയാണല്ലോ പറയുന്നത്. സാർ ആ 110 രൂപ 120 രൂപ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 500 രൂപയാക്കിയത് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണ്. LDF ഗവൺമെന്റ് ആണ് 500 രൂപ ആക്കിയത്. അതിനുശേഷമാണ് പിന്നീട് 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നത്. ആ ഗവൺമെന്റ് വന്നിട്ട് അവിടെ ആ സമയത്ത് എന്താ സാർ, ആ സമയത്ത് 500 രൂപ എന്നുള്ളത് ഒരു ഘട്ടത്തിൽ 600 രൂപ എന്ന് പറഞ്ഞു എന്നല്ലാതെ അത് കൊടുത്തില്ലല്ലോ. 18 മാസക്കാലം കൊടുത്തില്ല എന്ന് ഇവിടെ ചില കണക്കുകൾ അങ്ങ് പറഞ്ഞല്ലോ സാർ. UDF-ന്റെ ആയിട്ട് കൂട്ടിയില്ല, പക്ഷെ കൊടുക്കാതിരുന്നല്ലോ. അതിന് ധവളപത്രം ഇറക്കി ഓരോ ന്യായം പറഞ്ഞു. സാർ നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ 2015 ശ്രീ MK മുനീർ പറഞ്ഞ മറുപടിയാണ് ഈ കാര്യത്തിൽ നേരത്തെയൊക്കെ നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഉൾപ്പെടെ ഈ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകൾ വിതരണം ഏതൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ വിഭാഗത്തിന് എത്ര, അതിനകത്ത് ഏതൊക്കെ പദ്ധതികൾക്ക് എത്ര വർദ്ധിപ്പിച്ച് കുടിശ്ശിക വന്നിട്ടുണ്ടോ എന്നുള്ളതിനകത്ത് കൃത്യമായി ഓരോ പെൻഷനും എത്ര മാസത്തെ കുടിശ്ശികയാണ് വരുത്തിയുള്ളത് വ്യക്തമാക്കാമോ? ആ കുടിശ്ശിക അടക്കമുള്ള എല്ലാ കണക്കുകളും ഇതിലുണ്ട്. കുടിശ്ശികയുടെ തുക വേറെ 2020 തോമസ് ഐസക് ഒരു മറുപടി പറയുമ്പോൾ അതിനകത്ത് ശ്രീ രാജു എബ്രഹാം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിനകത്താണ് 1473 കോടി രൂപ കുടിശ്ശികയാണെന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ ശ്രീ MK മുനീറിന്റെ 2 ചോദ്യോത്തരങ്ങളുണ്ട്. അത് ഇവിടെ 2007-2015 അതിനുശേഷം 2016 കൊടുത്ത ആ മറുപടി ഉൾപ്പെടെ ഒരു കാര്യത്തിനകത്ത് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് അത്രയും കുടിശ്ശിക ഉണ്ടെന്ന്. അത് മാത്രമല്ല, ഞാനിവിടെ ആവർത്തിച്ചു പറയുന്നു, അതിനു മുമ്പ് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ 2.5 വർഷക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ഭരണഘടന എന്ന് പറയുന്ന ഇതിനകത്തുള്ള ഈ പ്രൊവിഷനൊക്കെ ഇപ്പൊ കണ്ടെത്തിയത് നല്ലതാണ്. അത് ആ കാര്യമൊക്കെ കണ്ടെത്തിയത് നല്ലതാണ്. അപ്പൊ അത്രയും കാര്യം ഉണ്ടായിരുന്നു സാർ. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ശ്രീ ജോസഫിന് അദ്ദേഹത്തിന് പെൻഷൻ നൽകിയ കാര്യം. സാർ നേരത്തെ ഇങ്ങനെ പെൻഷൻ മുടക്കിയതിന്റെ കണക്കുകൾ ഞാൻ പറഞ്ഞു. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് രേഖകളുള്ളതാണ് സാർ. ഇത് പിന്നീട് കൊടുത്തു തീർത്തത് LDF ആണ് സാർ. ഈ പെൻഷൻ അങ്ങനെ കുടിശ്ശികയായി കിടക്കുന്ന സമയത്ത് 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഈ ഘട്ടത്തിലാണ് ഞാൻ എടുത്തു പറയേണ്ടതില്ല. ആദ്യമേ 600 രൂപ ഉണ്ടായിരുന്നത് 400 രൂപ വർദ്ധിപ്പിച്ച് 1000 ആക്കി. ഓരോ ഘട്ടത്തിലായിട്ട് വർദ്ധിപ്പിച്ചു. ഏറ്റവും അവസാനം 400 രൂപ വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ച് ഓരോ ഘട്ടത്തിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ് സാർ. അങ്ങനെ നോക്കിയാൽ ഇനി ഒരു കണക്കൂടുണ്ട് സാർ. ഈ കണക്കുകൾ കള്ളം പറയില്ല. 9011 കോടി രൂപയാണ് 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത്. 5 വർഷം കൊണ്ട് 9011 കോടി സാർ. 5 വർഷം കൊടുത്തത് 35,154 കോടി രൂപയാണ്. 35,154 കോടി രൂപ സാർ. ഈ സർക്കാർ വന്നതിന് ശേഷം 2.5 വർഷം കൊണ്ട് 23,958 കോടി കൊടുത്തു. നിങ്ങൾ പറയുന്നല്ലോ എല്ലാം വെട്ടിക്കുറയ്ക്കുകയാണെന്ന് സാർ. ഈ 2 സർക്കാരിന്റെ 7 വർഷക്കാലം കഴിഞ്ഞപ്പോ 59,112 കോടി കൊടുത്തു. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട അവതാരകനും UDF നേതാക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കണക്കൂടി ഞാൻ പറയാം. 23,952 എന്ന് പറഞ്ഞാൽ 24,000 കോടി രൂപ എന്ന് എടുക്കാം. 24,000 കോടി 2.5 വർഷം കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ 5 വർഷം പൂർത്തിയാകുമ്പോൾ ഇപ്പോഴുള്ള കണക്കനുസരിച്ച് തന്നെ 48,000 കോടി കൊടുക്കും. പക്ഷെ അതിൽ കൂടുതൽ കൊടുക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. കൊടുക്കുകയും ചെയ്യും. അതായത് 35,000 കോടി 5 വർഷം കൊണ്ട് കൊടുത്ത 5 വർഷക്കാലത്തിന് ശേഷം ഇപ്പോഴത്തെ സ്ഥിതി തന്നെ ഈ 1,600 രൂപ ഇപ്പൊ കൊടുക്കുകയാണല്ലോ. 1,600 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ 48,000 കോടി രൂപ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കൊടുക്കും. ഞാനിവിടെ പറയുന്നു, ഉത്തരവാദിത്തോടു കൂടി പറയുന്നു, അത് വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. വർദ്ധിപ്പിച്ചു കൊടുക്കും സാർ. അവിടെയാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യം വരുന്നത്. അതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ സഹകരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് സാർ. ഈ ക്ഷേമ പെൻഷൻ ഇങ്ങനെ കൊടുക്കാനായിട്ട് കൃത്യമായി കൊടുക്കുന്നതിനുള്ള സംവിധാനം എങ്ങനെ ഉണ്ടായി? നേരത്തെ നിങ്ങൾക്കറിയാം 2.5 വർഷക്കാലം കൊടുക്കാതിരുന്നിട്ടും അതൊക്കെ ഒരു സാധാരണ സംഭവമാണ്. മുണ്ട് മുറുക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് അന്നാണ് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് പറഞ്ഞൊരു കാലമുണ്ട്. ഒരു പൈസ ഇല്ല, വിമാനത്തിന് ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നാടകങ്ങൾ നടത്തിയല്ലോ ഒന്ന്. അതിനുശേഷം ഈ സർക്കാർ വന്നു കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ വന്നപ്പോൾ ഞങ്ങള് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു
ഒരു കമ്പനി രൂപീകരിച്ചു. അതിനു മുമ്പ് ഒരു വർഷത്തിൽ 3 പ്രാവശ്യം കൊടുക്കുന്നത്. അത് വന്നതിന് ശേഷം ഒരു വർഷത്തിൽ 3 പ്രാവശ്യം കൊടുക്കുന്നത്. 3 ഉത്സവ സമയത്ത്, ഓണത്തിന്, വിഷുവിന്, ക്രിസ്മസിന്. ഓണം, ക്രിസ്മസ്, വിഷു ഇങ്ങനെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. 4 മാസത്തേക്ക് കൊടുക്കും. അത് മാസം തോറും കൊടുക്കണമെന്നുള്ള സമീപനം എടുത്ത് നടപ്പിലാക്കി തുടങ്ങിയത് പിണറായി സർക്കാരാണ്. 1ാം പിണറായി സർക്കാരിന്റെ അവസാന ഘട്ടത്തിലേക്ക് അത് നമ്മൾ നടപ്പിലാക്കി. അതിനു വേണ്ടിയിട്ട് നമ്മൾ പെൻഷന് വേണ്ടി ഒരു കേരള സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കി. സാർ ഇത്രയും വിവാദം ഉണ്ടാക്കി സാർ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത കാര്യത്തെ തെറ്റായിട്ട് കേരളത്തെയും ഇന്ത്യയിലാകെയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയുകയാണ് സാർ. എന്നിട്ട് ഈ കാര്യത്തിനകത്ത് ഇങ്ങനെ ഒരു പെൻഷൻ കമ്പനി ഉണ്ടാക്കി. ആ പെൻഷൻ കമ്പനി എന്താ ചെയ്യുന്നത്? സാധാരണഗതിയിൽ നമുക്ക് ഫണ്ടിന്റെ ലിക്വിഡിറ്റി പ്രശ്നമുണ്ട്. നമുക്ക് കേന്ദ്രത്തിൽ നിന്നും മറ്റൊക്കെ കിട്ടാനുള്ള പണം വരുന്നതിന് സമയമെടുക്കും. അപ്പൊ നമ്മൾ ഈ കമ്പനി വെച്ചിട്ട് കമ്പനിയിൽ നിന്ന് ഫണ്ട് മൊബിലൈസ് ചെയ്യും, എന്നിട്ട് പെൻഷൻ കൊടുക്കും, എന്നിട്ട് തിരിച്ച് റീകൂപ്പ് ചെയ്യും. അങ്ങനെ റീകൂപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ കൊടുക്കുന്നതിന് പലിശ ഉണ്ടാവും, അത് നമ്മൾ കൊടുക്കും. ഇതാണ് പെൻഷൻ കമ്പനിയുടെ. സാർ 34 കോടി രൂപ നമ്മൾ ഈ പെൻഷൻ കമ്പനി ഇപ്പൊ ഞങ്ങൾ ഈ 2ാം ഗവൺമെന്റ് ചുമതല എടുക്കുമ്പോൾ അതിനകത്ത് കടം എടുത്തത് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 57 കോടി രൂപ. ക്ഷേമ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ ധനമന്ത്രി മറുപടി പറയുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്.